ഉറപ്പായി ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും LDF ഗവൺമെന്റ് അധികാരത്തിൽ വരും. ആ ഒരു ഫീഡ്ബാക്ക് ആണ് ഞങ്ങളിപ്പോൾ ഓരോ വീടുകളിലും ചെന്നാണല്ലോ വോട്ടർമാരെ കാണുന്നത്. അപ്പൊ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അതാണ്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ ഒരു വിവാദം എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം വിളിയായിട്ട് ബന്ധപ്പെട്ടതാണ്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. അൽഷിമേ മിനിസ്റ്റർക്ക് നേരെ അക്രമം ഉണ്ടായ ദിവസം അന്ന് സ്റ്റേറ്റിലാകെ അത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം കേട്ടപ്പോ തന്നെ നമ്മൾ അത് വിലക്കുകയും ഞാൻ ഏറ്റു വിളിച്ചില്ല. കാരണം ഞാൻ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റിയിൽ അത് പറയാം. ആദ്യം ഓരോ മുദ്രാവാക്യം വിളികളും ഏറ്റു വിളിച്ചുകൊണ്ടാണ് വരുന്നത്. കാരണം അതല്ല നമ്മുടെ പൊളിറ്റിക്സ്. തീർച്ചയായും സ്ത്രീവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ദളിത് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ പ്രയോഗിക്കാൻ പാടില്ലാത്ത പ്രയോഗങ്ങളൊന്നും ഒരു മുദ്രാവാക്യം വിളിയായിട്ടോ ഒരു പ്രസ്താവനയായിട്ടോ ഒന്നും ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം. മോശമായ പദപ്രയോഗങ്ങൾ ഉണ്ടായാൽ അത് എന്താണ് തുറന്നു കാണിക്കുന്നത്? അവരുടെ ക്യാരക്ടറാണ്, അവരുടെ കൾച്ചറാണ്, അവരുടെ സംസ്കാരമാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? കണ്ടറിയാം ഇവളൊക്കെ പുറമ്പോക്ക് കോളനിയാണെന്ന്. ആ ലെവലാദികൾ